ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, ദാറ്റ് ഇസ് തൃശ്ശൂർ പൂരം. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ പൂരം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ പൂരം എന്ന് പറയുമ്പം ഞാൻ എൻ്റെ എൻറ്റയർ 36 ഇയേഴ്സിൽ ഐ ഹാവ് നെവർ സീൻ ഇനി പൂരം, ഒരു ഉത്സവം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് രാവിലെ തന്നെ നമ്മൾ വേഗം എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നു, പുട്ട് ഇതാവുന്നു, നമ്മുടെ കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഒരു സെറ്റ് പുട്ടൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. സോ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് കടലക്കറി ആയാലും, പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് ഞാനൊരു റാഡിഷ് തോരനും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനെല്ലാം പെട്ടെന്ന് റെഡിയാക്കിയത് ഗൈസ്. ഇനി പിള്ളേരെ ഒന്ന് വിളിക്കും. കുഞ്ഞൂട്ടാ, കുഞ്ഞാ, എടാ ഇതാ കുഞ്ഞൂട്ടാ, കുഞ്ഞാ, ഹലോ കുഞ്ഞാ, ഹലോ കുഞ്ഞൂട്ടാ. ഓ, അമ്മണി ഓൾറെഡി റെഡിയായി പൂരത്തിന് പോകാൻ വേണ്ടി. കുഞ്ഞൂട്ടാ, എടാ പൂരത്തിന് പോകണ്ടേടാ കുഞ്ഞാ. ഞങ്ങളൊക്കെ റെഡിയായി കേട്ടോ. ഗുഡ് മോർണിംഗ്. പൂരത്തിന് പോകണ്ടേ? ചേച്ചി റെഡിയായി. നമ്മുടെ പുട്ട് ചേട്ടൻ ഇസ് റെഡി. സോ നമുക്കിനി ഇത് ഇതിലേക്ക് മാറ്റാം. നിങ്ങളൊക്കെ ചിരട്ടപ്പുട്ടാണോ ഓർ ജസ്റ്റ് ലോങ് പുട്ട് കുറ്റി അതിലാണ് ഉണ്ടാക്കുന്നത്? എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. സോ ഇനി നമ്മൾ റെഡി ആവട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. പണിയെല്ലാം കഴിഞ്ഞു ഗൈസ്. നമുക്ക് നല്ല ഏലക്കയിട്ട ചായ കുടിച്ചിട്ട് നമുക്കിനി ബാക്കി കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂരത്തിന് പോകാൻ റെഡിയാവാം. അങ്ങനെ ഗൈസ്, ഞാൻ റെഡിയായി. ദിസ് ഇസ് മൈ അറ്റയർ. ഞാനിന്ന് ഈ വേഷത്തിലാണ് പോകുന്നത്. അവിടെ താഴെ എല്ലാവരും റെഡിയായി. ഓക്കെ, ശരി. അപ്പം ഒട്ടും സമയമില്ല, നമുക്ക് കൊണ്ടുപോകാം. വേഗം പോകാം. ഓക്കെ. സീ ഗൈസ്, കിളിയെ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? നല്ല ഭംഗിയില്ലേ? വൈറ്റ് അല്ലേ കുഞ്ഞാ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? കുഞ്ഞാ, നമ്മളെവിടെ പോവാ? തൃശ്ശൂർ പൂരത്തിന് പോവാണ്. നമ്മൾ പൂരം കാണാനായിട്ട് പോവാണ് ഗൈസ്. എവിടെയാടി നമ്മൾ പോകുന്നത്? എവിടെ പോവാ നമ്മൾ? തൃശ്ശൂർ പൂരം. സെറ്റായി ഗൈസ്, നമ്മൾ പോവാണ്. കാറൊന്നും എടുക്കുന്നില്ല. അവിടെ സൂചി കുത്താനുള്ള സ്ഥലം പോലും കാണത്തില്ല. ഓക്കേടാ, നീ നടന്നോ. ഇവൻ ജസ്റ്റ് മെയിൻ റോഡിലോട്ട് പോകുമ്പോൾ അവിടെ സൂചിച്ചാട്ടനും പിന്നെ അപ്പുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ പോകും. മഹേഷൻ റെഡിയായി. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. കം ഓൺ, ലെറ്റ്സ് ഗോ. അവന് നിങ്ങളുടെ കൂടെയാ? കുഞ്ഞിനെ നിൻ്റെ കൂടെയാ? കുഞ്ഞാ പാടാ. അവിടെ സുധിച്ചേട്ടനും അമ്മ ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ട്. ഒരു വണ്ടിയിൽ അപ്പവും പിന്നെ നമ്മുടെ അച്ചുവാണ്. നമുക്ക് എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തില്ല. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. കാറിലാണ് പോകുന്നത്. ഞങ്ങൾ പകുതി വരെ എത്തിയപ്പോഴാണ് വെച്ചാൽ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഇവിടെ വൻ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് വീണ്ടും കാർ എടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അവിടെ റൗണ്ടിലെ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. പേ ആൻഡ് പാർക്ക് ഉണ്ട് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടക്കാവുന്നേ ഉള്ളൂ. ഇല്ല, അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ പോവാണ്. ഇതാണ് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് പൂരം ആയതുകൊണ്ട് എത്ര 1 hour 2 hour എത്ര അവർ നിങ്ങൾ ഇരുന്നാലും എമൗണ്ട് ഇസ് 100 rupees. അങ്ങനെ നമുക്കത് എന്തായാലും അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. നമുക്കിവിടെ മെയിൻ റോഡിലൊന്നും ബാംഗ്ലൂർ പോലൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പാർക്കെല്ലാം ചെയ്തിട്ട് നമ്മൾ ശക്തൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് പൂരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് നടക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാർക്കൊക്കെ ചെയ്ത് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നടക്കുന്ന വഴി ഞാൻ കണ്ട ഒരു ഹോട്ടലാണ്. ഇറ്റ്സ് കോൾഡ് ജോയ്സ് പാലസ്. ശരിക്കും പാലസ് പോലെ തന്നെയാണ് അത് കാണാൻ. അതിൻ്റെ ഒക്കെ അപ്പോൾ കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട് കാണാൻ. എല്ലാം നല്ല അടിപൊളി ഇതൊക്കെയാണുള്ളത്. ഇനി എത്ര നടക്കണം മഹേഷേട്ടാ? തുടങ്ങിയുള്ളോ? ഓ ഗൈസ്, ഇനി കുറേ നടക്കാനുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് നടക്കാനുള്ള ശേഷിയില്ല. ബൈക്ക് എടുത്തു, അതുകൊണ്ട് വെച്ച് നമ്മൾ കാറിൽ വന്നു. കാറ് പാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസം. നടനാറ്റ സർവീസും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓട്ടോയിൽ പോകാം അല്ലേ? അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നടന്നു പോകണം. പറയുന്നത് ഇവിടം തൊട്ട് പൂരം സ്റ്റാർട്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് തിരക്കൊക്കെ കാണാം.
നല്ല ചെണ്ടവാദ്യത്തിൻ്റെ ഒക്കെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അടുത്തേക്ക് പോകുമ്പോൾ കേൾക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേ അത്ര ദൂരത്തുനിന്ന് ഒരു ആന വരുന്നുണ്ടോ? നോക്കൂ ഗൈസ്, യു ക്യാൻ സീ. കണ്ടോ ആന എഴുന്നള്ളി വരുന്നത്? കണ്ടോ? ശരിയാവൊന്നും പറയുന്നില്ല ഗൈസ്. നമ്മളിതാ സ്റ്റുഡിയോന്റെ അടുത്ത്. ഇവിടെ സ്റ്റുഡിയോ ഉണ്ട് തൃശ്ശൂരിൽ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ടൈം ലെറ്റ്സ് കം ഹിയർ. ഓക്കെ. ദേ കുഞ്ഞ ആന. കണ്ടാവും ഞാൻ കണ്ടോ? ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സ്റ്റുഡിയോ. ഓ പാൻസ്ലൂൺസും ഉണ്ട് ഗൈസ്. ഉണ്ട് ഓപ്പോസിറ്റ്. ആൻഡ് അതെന്താ ചേട്ടാ ആ കാണുന്നത്? ഒന്നാമത്തെ ഗോപുരം. സോ ആ കാണുന്നത് ഒന്നാമത്തെ ഗോപുരമാണ്. ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഉള്ളതാണെന്നാണ് പറയുന്നത്. എത്തി. ഇതാണ് ആദ്യത്തെ ഗോപുരം. നല്ല ഭംഗിയുള്ളതാണ്. രാത്രിയാകുമ്പോൾ ഇത് ഫുൾ ലൈറ്റ് കത്തുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുൾ അവിടെ എല്ലാം തോരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള സ്ഥലത്തേക്കാണ് കയറുന്നത് അല്ലേ? അമ്പലം അല്ലേ അതിൻ്റെ അകത്ത്? അതിൻ്റെ അകത്തേക്ക്. ഓക്കെ. ഇവിടൊക്കെ അച്ഛനോട് പറഞ്ഞോ? വിളിച്ചപ്പോൾ പറഞ്ഞു. സോ ഇത് ശ്രീ വടക്കുംനാഥൻ ദേവസ്ഥാനത്തിൻ്റെ ശ്രീ മഹാഗണപതി ക്ഷേത്രം. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇരിക്കുകയാണ് ഉള്ളിലേക്ക്. ഇവിടെ എല്ലാം ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഓരോരോ സ്റ്റോൾസ് അവരിട്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം മഹാഗണപതി. സൗജന്യ സംഭാരമാണ്. ചേട്ടനല്ലേ വേണ്ടത്? കഴിച്ചോ. സൂക്ഷിച്ച് നടക്കുക. ഇവിടെ ആനപ്പിണ്ടങ്ങളൊക്കെ ഉണ്ട്. നോക്കി നടക്കണം. നമ്മൾ അങ്ങോട്ട് നോക്കിയെങ്കിൽ അവിടെ എല്ലാം നിരനിരാന്ന് ആന നിൽപ്പുണ്ട്. എത്ര ആനയുണ്ടാവും? നിനക്ക് കാണുന്നത് ആനയുടെ കുഞ്ഞു മാത്രം. ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര ആനയുണ്ടാവും മണി? എനിക്ക് കണ്ണ് കാണുന്നില്ല. 1 2 3 4 5 6 7 8 8 ആനകൾ അവിടെ നിൽക്കുന്നതെന്ന് ഇവള് പറയുന്നു. ഇവള് കണ്ണാടി വെച്ചോണ്ട് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞു. അതെന്തോന്നറിയാവോ? ആ ഇതില്ലേ, അതുകൊണ്ട് അയാളെ തന്നെ അടിക്കും. അങ്ങനെയാണ്. അങ്ങനെ എന്തോ ഒരു സംഭവം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളൊരു ഐസ്ക്രീം തുടങ്ങാമെന്ന് വിചാരിച്ചു. കുഞ്ഞുട്ടന് പിന്നെ സ്ട്രോബെറിയാണ്. തലയൊക്കെ
നമ്മൾ പൂരത്തിൻ്റെ അതിനൊക്കെ നമ്മൾ ഒരു തൊപ്പിയൊക്കെ കിട്ടും. നമ്മളിനി ഇനിയിപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുക. ഓരോരോ ഭാഗത്തു നിന്നാണ് ആനയുടെ ഇങ്ങനെ എഴുന്നള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക. ഒരു വിഷറി കിട്ടിയിട്ടുണ്ട്, ഒരു തൊപ്പിയും കിട്ടിയിട്ടുണ്ട്. ആനകളും ആനയ്ക്ക് പാടില്ല. ഇത് പിടിച്ചോ, ഞാൻ കുടിക്കാനാ. പിടിച്ചോ പിടിച്ചോ.
സംഭാരം അത്യാവശ്യം. ഇവരിവിടെ ഇങ്ങനെ ഫ്രീ സംഭാരം കൊടുക്കുകയാണ്, സൗജന്യം. സെക്യൂരിറ്റി ഉണ്ട്, ഫയർ ഇൻഡസ്ട്രി, പോലീസ് ഉണ്ട്, വാട്ടർ സർവീസ്, എല്ലാ അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം കാണുന്നത്. അത് നാട്ടിലെ ഉത്സവം. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആനകൾ, ഓരോരോ സമയത്ത് ഓരോ ആന എഴുന്നള്ളത്. അതായത് 10 ആനകൾ ഫസ്റ്റ്, പിന്നെ അത് അവരുടെ കുടമാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് വരിക ഇത് തന്നെ. അങ്ങനെ ഒരു എത്ര ആന കാണുമായിരിക്കും? ഒരു 10-50 50 പോരെ, ഇനി അതിൽ കൂടുതലൊക്കെ കാണുമായിരിക്കും. ഇനി വരാനിരിക്കുന്ന ഓരോ ടൈമിങ്സ് ആണെന്ന് തോന്നുന്നു ഓരോ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം പിന്നെ കുടമാറ്റം അങ്ങനെ. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും വെടിക്കെട്ടും ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടുവല്ലോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.